കുറേ മരങ്ങൾ ഇങ്ങനെ നിത്യഹരിതവനമായിരുന്നു. കംപ്ലീറ്റ് നിത്യഹരിതവനമായിരുന്നു. അപ്പം നമ്മൾ നോക്കുന്നത് മൊത്തം വെസ്റ്റേൺ ഗാർഡ്സാണ്. നമ്മൾ ചാലക്കുടി തൊട്ട് മോൾ ഭാഗം പാൽപ്പാറ ടു ചാലക്കുടി തൊട്ട് മൊത്തം കശുമഘട്ടമാണ്. ഇത് നമ്മൾ കാണുന്ന പോലെ ഇതൊക്കെ പ്ലാന്റഡാണ്. നമ്മൾ ഈ തേക്ക് മരങ്ങൾ നമ്മൾ കണ്ടില്ല, ഇതൊക്കെ പ്ലാന്റഡാണ്. 643 സ്ക്വയർ കിലോമീറ്റർ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. നമ്മുടെ ഈ കാടിൻ്റെ ഏരിയ ഇതിന് വന്നിട്ട് 6 തരമായിട്ട് കാടുണ്ട്. ഇത് നമ്മൾ കാണുന്നത് ഒരു 100 സ്ക്വയർ കിലോമീറ്റർ പകുതി ഭാഗം തേക്കുമായിട്ട്, പിന്നെ അങ്ങനെ ഓരോ കാടുകൾ സെമി എവർഗ്രീൻ ഉണ്ട്, എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ ഓരോ കാടുകൾ ഓരോ തരം കാടുകളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് കംപ്ലീറ്റ് നിത്യഹരിത വനമായിരുന്നു. അപ്പോൾ അവർ ബ്രിട്ടീഷുകാർ കാമ്പേക്ക് മരങ്ങളൊക്കെ മുറിച്ചു കൊണ്ടുപോയി. പണ്ട് ഈ ഡാം വർക്കൊക്കെ ഉണ്ടായിരുന്നപ്പം ബ്രിട്ടീഷുകാർ മുറിച്ചു കൊണ്ടുപോയിട്ട് നേരെ വരുന്നത് പറമ്പുക്കുളം എന്ന് പറഞ്ഞത് ഒരു സർക്കിളാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എംടി ആയിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ മരങ്ങളൊക്കെ വലിയ വലിയ വൻ മരങ്ങളൊക്കെ മുറിച്ച് നേരെ ചാലക്കുടി കൊണ്ടുപോയി, ചാലക്കുടിയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ കാടുകളൊക്കെ മൊത്തം നഷ്ടപ്പെടാൻ തുടങ്ങി. അവർ ചെയ്തത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഈ മരങ്ങൾ പിന്തുടർന്ന് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ അവരുടെ ഇത് ഇതായില്ല, പകുതി തന്നെ ബ്ലോക്ക് നിന്നുപോയി. ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തതാണ് തേക്ക് മരം മാത്രം. അപ്പോൾ എന്ന് വെച്ചാൽ അവര് നമ്മുടെ നിത്യഹരിതവനമായിരുന്നു നല്ല നാച്ചുറൽ ഫോറസ്റ്റിന് അവർ മുറിച്ച് എല്ലാ മരങ്ങളും കൊണ്ടുപോയി. അവർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ തേക്ക് മരങ്ങളും നട്ടുപിടിച്ചത്. അതായത് 643 സ്ക്വയർ കിലോമീറ്ററിൽ പകുതി ഭാഗം തേക്ക് മരമായിട്ട് വന്നു. അപ്പോൾ ഈ കന്നിമാരി തേക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തേക്ക് മരങ്ങൾ 4 തേക്ക് മരം ഉണ്ടായിരുന്നു. ഈ 4 തേക്ക് മരത്തിന് ഇത്രയും മുറിച്ച് കൊണ്ടുപോയി. ഈ മരത്തിന് മുറിക്കുമ്പോൾ ബ്ലഡ് വന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. പണ്ട് നമുക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു വിശ്വാസമാണ്, നമ്മളിവിടുത്തെ ട്രൈബിൾസാണ്, നമ്മളൊരു വിശ്വാസ രീതികൾ. ഈ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുമ്പം എന്തെന്ന് വെച്ചാൽ ഒരു മരത്തിന് വെച്ച് നമ്മൾ പൂജിക്കും. അമ്പലങ്ങളൊന്നും ഇല്ലല്ലോ, ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്ന് വെച്ചാൽ അന്നത്തെ മൂപ്പന്മാർ വന്നു ഈ മരം മുറിച്ചപ്പം ഇതിലൊരു ചെറിയൊരു ബ്ലഡ് പോലെ വന്നു. അപ്പോൾ ഈ മരം അങ്ങനെ നിർത്തലാക്കി. പിന്നെ ഇനി ഒരു കാര്യം, നമ്മൾ നിലമ്പൂർ തേക്കും ഇതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നാച്ചുറൽ തേക്കാണ്. അത് വന്ന് നട്ടുപിടിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഈ തേക്കിന് ഒരു അവാർഡ് കൊടുത്തത്. 94-95 കാലത്ത് അവാർഡ് കൊടുത്തത്. നട്ടുപിടിച്ചാണ്, ബ്രിട്ടീഷുകാർ നട്ടതാണ്. ഈ ഒരു മരം മാത്രം നാച്ചുറലായിട്ട് വന്നതാണ്. പക്ഷെ നമ്മളൊരു ഊഹക്കണക്കാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു മരം ബ്രിട്ടീഷുകാർ മുറിച്ചു കൊണ്ടുപോയ വാർഷിക വളയം. നമ്മളെല്ലാ മരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇത്ര വയസ്സായി എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു മരം മുറിച്ച് വർഷമായി. പക്ഷെ നമ്മൾ ഇതൊരു ഊഹാണ്. പിന്നെ എത്ര വർഷമായി ശരിക്കും ഇത് 500ന്റെ മുകളിലായി. അത് അവിടെ ഒരു മരമില്ല, ആ മരത്തിന്റെ വളയം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, വാർഷിക വളയം വെച്ചിട്ടാണ്. ഇതൊക്കെ പോലെ തന്നെ കൈകളൊക്കെ പോലെ തന്നെ നാച്ചുറലാണ്. നമ്മൾ പ്രസ്തായി മുറിക്കുമ്പോൾ ഇതിന്റെ നടുക്ക് നമുക്ക് ഓരോ ഇങ്ങനെ ഓരോ റിങ്സ് ഉണ്ടാവും. ഇപ്പൊ കാണില്ല, അത് പ്രസ്തായി മുറിക്കുമ്പോ എല്ലാ മരങ്ങളും നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതാണ് നമ്മൾ പറയുന്നത് ഓരോ മരങ്ങളിലും വാർഷിക വളയം പറയുന്നത്. ഓരോ മരത്തിനും ആ പ്രായം നോക്കുന്നത് അങ്ങനെ. പിന്നെ നമ്മൾ നടുന്നത് ഏകദേശം നമ്മൾ നടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണിവേര് നശിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പിന്നെ തേക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വെള്ളം വലിച്ച് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ വേര് ചെറിയ വേരിൽ ആണിവേര് നമ്മൾ പറയുന്നില്ല, ആ വേരുകൾ എത്രത്തോളം പോകുന്നു അത്രത്തോളം ആയുസ് കൂടും. നമ്മൾ നടുന്നത് ഇപ്പം നമ്മൾ നോക്കി സെൻറ്റിമീറ്റർ അളവ് വെച്ചിട്ടാണ് നമ്മൾ കുഴിയെടുക്കുക. ഈ പകുതി കുഴിയെടുക്കുമ്പോൾ അതിന് പോകാനുള്ള
ഇതുണ്ടാകില്ല. ഉള്ളിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ അതങ്ങനെ നശിച്ചു പോകും. നമ്മൾ നടന്നതും നാച്ചുറലായിട്ട് വരുന്നതും രണ്ടും രണ്ട് തരമാണ്. നാച്ചുറലായിട്ട് വരുന്ന സമയത്ത് കൂടുതൽ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് വെക്കുമ്പോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന ആഹാരമല്ല അവര് കഴിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്വന്തം ശേഷി ഉണ്ടാവില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ ബ്രോയിലർ കോഴി, നാടൻ കോഴി അതേപോലെ തന്നെ നമ്മള് നാച്ചുറലായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഈ വിത്ത് വീണിട്ട് വിത്തിന്ന് വരുന്നില്ലേ, വിത്ത് നമ്മളൊരു വിത്ത് വീഴുമ്പോ നമ്മൾ നടന്നൊന്നുമില്ല. വിത്ത് വീഴുമ്പോ അതിൽ നിന്ന് സ്പ്രെഡായി പോകുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ അവര് ഫുഡ് കളക്ട് ചെയ്ത് വേരുകളൊക്കെ കറക്റ്റ് തമ്പടിച്ച് അവർക്കുണ്ടായ ഫുഡ് അവർ വലിച്ചെടുക്കുകയാണ്. അനുസരിച്ച് ഇപ്പൊ നമ്മളൊരു തൈ ഒരു വിത്ത് വീണ് മുളച്ച് മരമായി മാറുമ്പോ വലിയ മരമാകുമ്പോ അതെങ്ങനെ ബാലൻസ് ചെയ്ത് മണ്ണിൽ പിടുത്തം കിട്ടുന്നുള്ളത് സ്പ്രെഡ് ആയിട്ട് ബാലൻസ് ചെയ്യണം. കാരണം മരം അങ്ങ് പോയായിരിക്കും, സംഭവം ജസ്റ്റ് മുളച്ചു വന്നായിരിക്കും, നമ്മൾ കുഴി കുത്തി കുഴിച്ചിട്ടല്ല, പക്ഷെ എന്നാലും വേര് സ്പ്രെഡ് ആയിട്ട് ബാലൻസ് ചെയ്യണം. അതാണ് പുള്ളി പറഞ്ഞു പോയത്. പക്ഷെ ഇവര് ഇങ്ങനെ ആണ് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ഇത് പറയുന്നത് അതാണ്, ഇതൊരു ഊഹക്കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ടാക്കിയെന്ന് പറയാം അല്ലെ, സ്വന്തമായി ജനിച്ച് സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ടാക്കി. അപ്പൊ ഇത് നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ നിലമ്പൂരത്തേക്ക് ഇതൊക്കെ നിലമ്പൂർ വന്ന് റിസർച്ച് നമ്മൾ സയന്റിസ്റ്റ് വന്ന് പറയുന്നു. സയന്റിസ്റ്റ് പറഞ്ഞാണ് നമുക്ക് കാര്യം. സയന്റിസ്റ്റ് വന്ന് പറഞ്ഞത് ഈ മരം വന്ന് നാച്ചുറലായിട്ട് വന്നതാണ്. അപ്പൊ ഈ മരത്തിന് ഒരു അവാർഡ് കൊടുത്തു. അവിടത്തത് വന്നിട്ട് നാച്ചുറൽ അല്ല, അത് ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ചത്. അതാ ഒന്നുള്ള രണ്ടാക്കോ നിന്നിരുന്നുണ്ടല്ലോ, നല്ല പോസ് ചെയ്തിട്ടുണ്ടല്ലോ. മാത്രല്ല ആരൊക്കെ ചീറ്റിയും പറയില്ല. വിളിച്ചിട്ടോ വിളിച്ചേ അതേപോലെ ട്രക്കിംഗ് പോകുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് പോകണം പിള്ളേർ. എന്നിട്ട് നമ്മൾ കാലാവസ്ഥ മാറ്റം വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മഴയുള്ള ഇതാണ്. നമ്മുടെ കയ്യിൽ ഒന്നാമത്തെ വെപ്പൺസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 3 തരം കാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ പരിചയപ്പെടുത്തി തരാം. ഓരോ കാടിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് വേണം പോകാൻ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വെപ്പൺസോ ഒരു കാര്യങ്ങളില്ല. എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഉള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. നമ്മൾക്ക് നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അനിമൽസിൻ്റെ നമ്മൾ ഓടിക്കുന്ന സൗണ്ടോ ആ സൗണ്ട് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ മൃഗത്തിൻ്റെയും നമ്മൾ തിരിച്ചറിയാൻ പറ്റുക. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തന്നെ നമ്മൾ വിട്ടുപോകും. പെട്ടെന്ന് നമ്മളൊരു ആനേനെ കാണും. ഒരു ആനേനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും ജീവന് പേടിയാണ്. പെട്ടെന്ന് നമ്മൾ ഓടും. മൃഗങ്ങൾ വന്നിട്ട് നമ്മളെ യാതൊരു കാരണത്തിനും നമ്മളെ ആക്രമിക്കില്ല. നമ്മളെന്ത് ചെയ്യും? പെട്ടെന്ന് ഓടുമ്പോൾ എന്താവും? ആ ഏതെങ്കിലും ഒടിഞ്ഞ മരങ്ങളോ ചില്ലികളോ എവിടെയെങ്കിലും കിടക്കും. നമ്മൾ ജീവനെ പേടിച്ച് ഓടുമ്പോൾ അതിനെ തടഞ്ഞു പോകുമ്പോൾ എന്താവും? അവിടെ തന്നെ കാലോ കയ്യോ മുറിവാകും. ഇത് നമ്മുടെ എൻജോയ്മെൻറ്റ് തന്നെ ഇതായിപ്പോവും. അപ്പം നമ്മുടെ ശ്രദ്ധ വളരെ കറക്റ്റായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ സേഫാണ്. അപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലാണ്. നമുക്ക് പിന്നെ നെറ്റ്വർക്ക് കിട്ടാത്ത സ്ഥലമാണ്. ആകപ്പാടെ നമ്മുടെ ട്രക്കിങ് പ്രോഗ്രാമേ നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ അതും കൂടി നിങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. നമ്മൾ ഈ ട്രക്കിങ് കഴിയുന്നവർക്ക് സഹകരിക്കുക കേട്ടോ. ആരും ശബ്ദം ഉണ്ടാക്കാതെ പോകണം. വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് പോവാം. ഇതൊക്കെ
വെക്കാണ്ട് എനിക്കത് ഞാൻ ഫോട്ടോ എടുക്കട്ടെ സൈക്കിൾ ട്രാക്ക് പത്തരയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. പിന്നെ അടുത്ത ക്യാമ്പുകൾ വരും. ഈ ക്യാമ്പ് ആയതുകൊണ്ട് നമുക്ക് അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. കൂട്ടം കൂടി നിൽക്കുന്ന വെച്ചാൽ ആൾക്കാർ നമ്മളെ കണ്ട് ഇടപഴകി പോയി. പിന്നെ ഇവർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് സേഫ് ഇല്ല. നമ്മളിത് ഫസ്റ്റ് കാട്ടിനുള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇന്നലെ പോയില്ലേ, സഫാരിക്ക് പോയില്ലേ, നമ്മൾ എത്രത്തോളം മൃഗങ്ങൾ കണ്ടു, ആന കണ്ടു ഇല്ലേ, കാട്ടുപോത്ത്, മാന് എല്ലാം കണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കാടാണ് നമ്മൾ പറയുന്നത് ഇലവഴിയും മോസ്റ്റ് ഡിസൂഡിയസ് ഫോറസ്റ്റ് എന്നാണ് ഈ കാടിൽ പറയുക. ഈ കാടിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഈ കാടിൻ്റെ പ്രത്യേകത കണ്ടില്ല. പറയുന്നത് എല്ലാ വന്യമൃഗങ്ങൾക്കും ഈ സ്ഥലങ്ങളിലാണ് ആഹാരം കിട്ടുന്നത്, ഈ കാട്ടിലെ ആഹാരം കിട്ടുന്നത്. ഈ കാടിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. കണ്ടില്ലേ എങ്ങനെയുണ്ട് ഈ കാട്? ഓപ്പൺ ഏരിയയാണ് ഇല്ലേ, ഓപ്പൺ ഏരിയയാണ് ഇല്ലേ. അപ്പോൾ ഈ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആ കാടിൻ്റെ പ്രത്യേകത പറയാം. ആ കാട്ടിലൊരു മൃഗങ്ങളും ഉണ്ടാവില്ല. അവിടെ പോയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് എല്ലാ മൃഗങ്ങളും കാണാനുള്ള സാധ്യത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടായ ഭക്ഷണങ്ങൾ ഈ കാട്ടിലേക്ക് കിട്ടത്തുള്ളൂ. കണ്ടില്ല, സൺലൈറ്റ് ഉള്ളിലേക്ക് കടക്കുന്നത് കൊണ്ട് അവർക്ക് ആഹാരങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിലാണ് നമുക്ക് കൂടുതലും കിട്ടുക. പുല്ല്, ഭക്ഷണ കാര്യങ്ങളൊക്കെ സൗകര്യം ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഈ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഈ മരം കണ്ടിട്ടുണ്ടാവില്ല. ഇത് തന്നെ ഈ മരമാണ്. അപ്പം നമ്മൾ ഈ മരത്തിനെ പറയുന്നത് കരിമരുതാണ്. നമ്മൾ പറയുന്നത് ക്രൊക്കഡൈൽ ബാർക്ക് ട്രീ എന്ന് പറയും ഈ മരം. പക്ഷേ ഈ മരത്തിനൊരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അതായത് എല്ലാ ഫോറസ്റ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് കാട്ടുതീകളിങ്ങനെ വരുമ്പം അങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ പോകും. ഇപ്പം മുളയിലൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തീ പിടിച്ച് പോകും ഇല്ലേ. പക്ഷേ ഈ മരത്തിന് എന്തെന്ന് വെച്ചാൽ ഈ മരത്തിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തേക്കിനെ പോലെ തന്നെ ഇതിനും നമ്മൾ പറഞ്ഞില്ല, തേക്ക് വെള്ളം സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഈ മരം പെട്ടെന്ന് കാട്ടുതീ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പടർന്നു പോവില്ല, ഈ മരം നശിച്ചു പോവില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. വേനൽക്കാലത്തൊക്കെ ഇവർ മൊത്തം വെള്ളം വലിച്ച് ഫുള്ളായിട്ട് എടുത്തിരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ വേനൽക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മൊത്തം ഇങ്ങനെ ചെതൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇവർ ഈ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇവരുടെ ഈർപ്പമൊക്കെ പുറത്ത് തള്ളുമല്ലോ. അപ്പോൾ നമ്മൾ ഇത് വേറൊരു ജീവികൾക്കുള്ള ഗുണമാണ്. എന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന കുറേ ലിസാർഡുകൾ നമ്മൾ കാണാം. പിന്നെ ഉപ്പക്കർ, കുറേ പക്ഷികൾ നമുക്ക് ഇതിൽ കാണാൻ ചാൻസ് കൂടുതലാണ്. മറ്റുള്ള ജീവികൾക്കുള്ള ആഹാരം ഇവർ കളക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവർക്കൊരു പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളിത് പറഞ്ഞത് കോമണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊക്കഡൈൽ ബാർക്ക് ട്രീ എന്ന് പറയാം. പിന്നെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് ഓരോ മരങ്ങൾക്ക് പേരുകളുണ്ട്. ബൊട്ടാണിക്കൽ പേരുണ്ട്, സയൻറ്റിഫിക് ഉണ്ട്. ഇപ്പം നമ്മൾ ടെർമിനേരിയ ടൊമൻഡോസോ എന്ന് പറയാം ഈ മരത്തിൻ്റെ പേര്. ഓക്കെ, കരിമരുതാണ്. ചെതല് വരുമ്പോൾ ഇല്ലല്ല, ഉപ്പ് വരുമ്പം ഉള്ളിലേക്ക് ഒന്നും സംഭവിക്കില്ല. ഈ മരം വേർപ്പ് ഉള്ളിലേക്ക് ഈ വെള്ളം വലിച്ചെടുക്കില്ല. നമ്മൾ ഈ മരത്തിൽ കാണാം. ഇവർ നിലനിന്ന് പോകാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ മരത്തിനുണ്ട്. മറ്റുള്ള മരങ്ങൾ പോലെ മറ്റുള്ള മരം അവർക്ക് വന്നിട്ട് കാട്ടു തീ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. മുളയിൽ തീ പിടിച്ചാൽ മുള നശിക്കുന്നത്. പക്ഷേ
പതുക്കെ പതുക്കെ കാല് വെക്കണം. ഇവിടെയൊക്കെ ആന നിറച്ചും വരുന്ന സ്ഥലമാണല്ലേ? ആനകൾ മുളക് കഴിക്കാറുണ്ട്. നമ്മൾ മുളങ്കാടിലേക്ക് കയറിയാണ്. അവിടെ ഇരിക്കാം, അവിടെ മോളിൽ പോയിരിക്കാം. മോളിൽ അവിടെ ഇരുന്ന് കൊണ്ട് നടക്കാം. ഈ ചേട്ടൻ നമ്മൾ ഡാമിൽ വെച്ച് പറഞ്ഞില്ലേ, ടൈഗറിന്റെ ക്യാമറ ട്രോപ്പ് വയ്ക്കുന്ന രീതി അത് ഇതാണ്. ഈ കണ്ടില്ലേ, ഈ മരം അപ്പുറത്തെ ഒരു മരം പാട് കണ്ടില്ലേ, തെറ്റി വെച്ചിട്ടില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ക്യാമറ ട്രോപ്പ് വയ്ക്കുക. എത്ര ഹൈറ്റ്, നമ്മളെ ഹൈറ്റ് മിനിമം ഇത്ര ഹൈറ്റ് അനുസരിച്ച് അപ്പുറത്തും വയ്ക്കും. ഒരു ടൈഗറിന്റെ മെഷർമെന്റ് എടുത്തിട്ട് അതിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറ വയ്ക്കുക. ആ മരത്തിനും ഒരു പാട് കണ്ടില്ലേ, അതും ഇതും. അങ്ങനെയാണ് നമ്മൾ ക്യാമറ ട്രോപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെൻസസ് എടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഓരോ ടൈഗറിൻ്റെയും ക്രാപ്പ് മാർക്ക് എൻ്റെ രേഖ പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. അത് തന്നെ ഇതാണ് ക്യാമറ ട്രോപ്പ് വയ്ക്കുന്ന രീതി. സ്ഥലം ഒരേപോലെ അല്ലേ? ഡീപ്പാണ്. പകലിങ്ങനെ സഞ്ചരിക്കും സാർ. അത് ഒരു ദിവസം മാക്സിമം ഒരു 15-20 കിലോമീറ്റർ ഒക്കെ നടക്കും. അതുകൊണ്ട് വെള്ളേക്ക് അപ്പം അതെപ്പോഴും എടുക്കുക.
തൊട്ടടുത്ത് വീട്ടിൽ കൊണ്ടായാലും ഒന്നും മനസ്സിലായില്ല. അതാണ് ടൈഗറിന്റെ മാർക്കി. ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല, വീഡിയോ എടുത്ത് പറയണ്ട. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പണ്ട് ടെറിട്ടറി മാർക്ക് എന്ന് പറയുന്നത്. ടൈഗർ മാർക്കി അതായത് ടൈഗറിന്റെ ഹോം റേഞ്ച് മാർക്ക് പറഞ്ഞില്ലേ, ഓരോ ടൈഗറിന്റെയും ഹോം റേഞ്ച് മാർക്കിംഗ് ഉണ്ട്. ഇത് വന്ന് ടൈഗറിന്റെ ഹോം റേഞ്ച് മാർക്കിംഗ്, ടെറിട്ടറി മാർക്കിംഗ് എന്ന് പറയും. അതായത് ഒരു ടൈഗറിന് 20 സ്ക്വയർ കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയ മാർക്കിംഗ്. സമയങ്ങളില്ല, അപ്പോൾ കുറച്ച് സ്പീഡൊക്കെ പറഞ്ഞാൽ തീരുമാനമായ കാര്യങ്ങൾ മറ്റേ ഇതിൻ്റെയാണ് സാർ. അവിടെ സൗണ്ട് പോട്ടെ സാമ്പാർ ചെയ്യുന്നത് മെഡിക്കൽ പർപ്പസ് ആണ്. ഇപ്പോൾ എടുക്കാൻ അലോഡില്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏത് കാർഡാണ്? നമ്മൾ മോസ്റ്റിലോട്ടാണ് കയറിയത്. രണ്ടാമത്തത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാംബു ഫോറസ്റ്റാണ്, മുളങ്കാടുകൾ. മുളങ്കാടുകളാണ്. മുളയൊക്കെ ഏകദേശം ഉണങ്ങിപ്പോയത് കൊണ്ട് അതിൻ്റെ ക്ലൈമറ്റ് നമുക്ക് ശരിക്കും കിട്ടുന്നില്ല. മുമ്പൊക്കെ വരുമ്പോൾ നല്ല കൂളിംഗ് ക്ലൈമറ്റ് ആയിരുന്നു ഈ ഭാഗം. അപ്പോൾ ബാംബു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടാമത്തെ കാട്ട്. മൂന്നാമത്തേതാണ് നമ്മൾ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ കുറച്ച് സെമി എവർഗ്രീൻ നിത്യഹരിതവനം തന്നെയാണ്. ഫസ്റ്റ് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത അന്ന് നമ്മൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ ഇത് ബാംബു ഫോറസ്റ്റ്, മുളങ്കാട്. പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയില്ലേ? അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ ആ കാടിൻ്റെ എവർഗ്രീനിൻ്റെ പ്രത്യേകത നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞുതരാം. പോവാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലൈമറ്റ് മോശമാണ്. ലീച്ചിട്ടാണ് സൗണ്ട് ഇല്ലാണ്ട് പോകണം കേട്ടോ. അത് പറഞ്ഞുതരാം. അതായത് മറ്റുള്ള മരത്തിനെ റൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പുറത്ത് കാണുന്നില്ല, ഇത് ആലാണ്. ഈ മരത്തിന് റോൾ ചെയ്തിട്ടാണ് അടുത്ത ഇതാണ്. അതിനെന്താ പറയാ? അത് പറഞ്ഞുതരാം.
പറഞ്ഞുതരാം, ഓരോന്നും പറഞ്ഞുതരാം. സമാധാനത്തിൽ ഇറങ്ങി വരും. കാടിന്റെ പ്രത്യേകത ഒന്നേ അപ്പൊ നമ്മൾ ആ കാടിനെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു ക്ലൈമറ്റ്? തണുപ്പ് എല്ലാ ഭാഗത്തും ഉണ്ട്. മഴ ആയതുകൊണ്ട് തണുപ്പാണ്. കാറ്റുണ്ടാവും. നിങ്ങൾ അതായത് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ബോറടിക്കാണ്ട് ഒരു പറയാൻ നിൽക്കും. നമ്മളിങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് ബോറടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസുകളാണ്. ഇപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ പങ്കുവെച്ചാൽ നമ്മുടെ ട്രക്കിങ്ങും നമുക്ക് ക്ഷീണമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും നമ്മളെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ട്രക്കിങ് രസമായി. അതുകൊണ്ടാണ് നെല്ലിയല്ല സാർ, ഇത് വന്നിട്ട് അല്ല മറ്റേ കരിമരം പറയില്ല, ആനക്കൊക്കെ കരി വെട്ടാൻ. അപ്പം ആ കാടിൻ്റെ പ്രത്യേകത ഓപ്പൺ ഏരിയയാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെയാണ് എല്ലാ ഭക്ഷണം കിട്ടുക. മറ്റുള്ള ജീവികൾക്കുള്ള ഭക്ഷണം അതൊക്കെ ഉണ്ട്. ഈ കാടിൻ്റെ പ്രത്യേകത കണ്ടില്ല, അടിക്കാടാണ്. പക്ഷേ ഇവിടെ സൺലൈറ്റ് കിട്ടാത്ത, സൺലൈറ്റ് ഇല്ല എന്ന് വെച്ചാൽ ആ കാടിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ കാടിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്ന് വെച്ചാൽ അവർ ലാവിഷായി ജീവിക്കുകയാണ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തും ആവാം, ലാവിഷായി ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ കാട്ടിൽ വന്നിട്ട് മത്സരിച്ച് ജീവിച്ചാൽ ഇവിടെ അവരുടെ ജീവിതം നിലനിർത്താൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഈ മരം കണ്ടത് ഇത്ര ഹൈറ്റേ ഉണ്ടായിരുന്നു. ഇവർ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മുകളിലേക്ക് വളർന്നു വരാം. എന്ന് വെച്ചാൽ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് എന്തെന്ന് വെച്ചാൽ അടിക്കാട്ടിൽ പുല്ലില്ല. അപ്പോൾ ഇവിടെ യാതൊരു അനിമൽസും നമുക്ക് കാണാൻ വളരെ സാധ്യത വളരെ കുറവെന്ന് പറയുന്നത് കൊണ്ട് അതാണ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് മാത്രം നിങ്ങൾക്ക് എല്ലാ മൃഗങ്ങളും കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാട്ടിൽ എന്താ സാധ്യത കുറവ് എന്ന് പറയാൻ കാരണം ഈ കാട്ടിൽ അവർക്ക് ഭക്ഷണമില്ല. ഒന്നാമത്തത് ഇതൊരു കൂളിംഗ് ക്ലൈമറ്റാണ്. അതുകൊണ്ട് ഈ കാട്ടിൽ അവർക്ക് ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് ഡിസീഡിയസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അവർ പോകുകയും അവിടെയാണ് അവർക്ക് ലാവശ്യമായി ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെ കാണുന്ന അനിമൽസ് നമ്മൾ ലൈൻ ടേർഡ് മക്കാക്ക് അത് കാണാം, സിംഗവാലം കുരങ്ങ് കാണാം, പിന്നെ പാമ്പുകൾ കാണാം, സിംഗോബ്ര. ഈ കൂളിംഗ് ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. മറ്റുള്ള ജീവികൾ, ആന, ഇവരൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ മാറി പോകുന്ന ആൾക്കാർ. അവർക്ക് ഇവിടെ ഫുഡാണ് പ്രധാനം. അവർക്കിത് കിട്ടാത്തത് കൊണ്ട് ഈ കാട്ടിലേക്ക് വരും. വേനൽക്കാലത്ത് അവരുടെ ഒരു AC ആണ്. അപ്പോൾ നമ്മൾ കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് AC റൂമിലേക്ക് കയറി ഒരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് അവർ വന്നിവിടെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മറ്റേ നമ്മൾ മോസ്റ്റിലോട്ട് കടന്നു പോകും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ കുടിവെള്ളം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? കുടിക്കാൻ നമുക്ക് പറയൂ. വള്ളി മുറിച്ചിട്ടാ അല്ല, നമുക്ക് കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ല. അരുവികളല്ലേ? ആ ഓക്കെ, പുഴകള് അല്ലേ, മഴ പെയ്തിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ കിണറിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? ശരിയാ. പക്ഷെ നമുക്ക് കുടിവെള്ളം കിട്ടുന്ന സ്ഥലം എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്നില്ല. ഈ കാടുകൾ അടിയിൽ വന്നിട്ട് തിക്നെസ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ചെറിയ മഴക്കാടുകൾ പറയില്ലേ, മഴക്കാടുകൾ പറയുന്നത് ഈ കാടാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു മഴ പെയ്താലും ഇവിടെ നിന്ന് ഉറവുകൾ സ്ഥാപിച്ചിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് പുഴകളായിട്ട് വന്ന് ഡാമിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഉൽപ്പാദിക്കുന്ന സ്ഥലം ഏതാ? എവർഗ്രീൻ ഫോറസ്റ്റാണ്. ഇതേ കോറവനത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് മഴ പെയ്യുന്നത്. എന്ന് വെച്ചാൽ തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് മഴ പെയ്ത് കൂളിംഗ് ക്ലൈമറ്റ് എന്നും കൂളിംഗ് ക്ലൈമറ്റാണ്. പിന്നെ ഒന്ന് മണ്ണിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവും, പുറത്തായിരിക്കും.
അപ്പോൾ മണ്ണൊലിപ്പ് ഇങ്ങനെ തടുക്കാനും അവർ എന്തെന്ന് വെച്ചാൽ മൊത്തം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഈ കാടുകളാണ്. എക്കോ സിസ്റ്റം അതേപോലെ തന്നെ ഇവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെറിയ മണ്ണൊലിപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ മണ്ണ് വന്ന് സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്ത ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഉറവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഉറവുകൾ ഉണ്ടായിട്ട് നേരെ നമുക്ക് വരുന്നത് പുഴകളായിട്ട് വരും. പുഴകളായിട്ട് വന്ന് നമുക്ക് ഡാമുകൾ അതേപോലെ. അതാണ് നമ്മൾ ഈ എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്ന സംവിധാനം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിത്യഹരിത വനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ ഈ കാടുകൾ അവർ മത്സരം ഇല്ലെങ്കിൽ ഈ കാട്ടിൽ അവർ ജീവിക്കാൻ പറ്റില്ല. ചെറിയൊരു കാറ്റടിച്ചാൽ എന്താവും, താഴെ ഒടിഞ്ഞു വീണ് കഴിയും. എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. ആ കാടിൽ അങ്ങനെയല്ല, ഓപ്പൺ ഏരിയയാണ്. കാറ്റടിച്ചാലും ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ പോകും. ഓക്കെ, ഇത് നമ്മൾ ചോദിച്ചില്ല സാർ, ഇത് ആലാണ്. ആലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു വേഴാമ്പലിൻ്റെ ആല് തനിച്ചായിട്ട് ഒരു മരമായിട്ട് വരില്ല. വേറെ വേഴാമ്പൽ വന്നിട്ട് ഒരു കാഷ്ട വിട്ട് ഒരു മരത്തിൽ വന്ന് കാഷ്ട വിടും, ഞെട്ടിക്കൊല്ലുക പറയും. അതായത് നമ്മൾ ഒരു കഥ പറയുന്നുണ്ടാവും, അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരും വെറുതെ ജീവിക്കുന്ന ആൾക്കാരും ഇതാണ് നമ്മൾ പറയാൻ കാരണം. ആലെന്ന് വെച്ചാൽ മൊത്തം മടിയനാണ്. എന്ന് വെച്ചാൽ ഈ നമ്മൾ വേഴാമ്പൽ നേരെ വന്നിട്ട് വേറൊരു മരത്തിൽ കാർട്ട ഇടും. കാർട്ട ഇടുമ്പോൾ എന്താകും, ഇങ്ങനെ നൂല് പോലെ വന്നിട്ട് ഈ മരത്തിൻ്റെ ആണിവേര് മൊത്തം എടുക്കും. അതായത് ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറി നിരങ്ങും പറയും. അതേപോലെ തന്നെ പോവാണ് നിങ്ങളെന്താ, ഒരാൾക്ക് സഹായമായിട്ട് വരും. അയാൾ നമ്മളെന്ത് ചെയ്യും, നമ്മളൊരു സഹായിച്ച് വന്നാൽ നമ്മുടെ അയ്യോ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറി എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ. അതേ ക്ലൈമറ്റാണ്, അതേ ഇതാണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ മരം വന്നിട്ട് ഒരാൾ നേരെ വന്നാൽ ഒരു കൊമ്പിന് വന്ന് കാർട്ട കിട്ടുന്നത് തന്നെ ഇത് നേരെ നൂല് പോലെ വന്നിട്ട് ഈ മരത്തിന് മൊത്തം റൗണ്ടാക്കി ഈ മരത്തിനെ കൊന്നിട്ട് ഇവൻ ലാവിഷായി ജീവിക്കാൻ തുടങ്ങി. ഇവന്റെ ജീവിതം പോയി. ഇത് വേറെ മരമാണ്. അപ്പോൾ മൊത്തം മൂടി. അപ്പൊ നമ്മളിത് പറയുന്നത് കുറേ ഉണ്ട്. നമ്മൾ പഴയ വീടുകളൊക്കെ കാണില്ലേ, ഇത് വന്ന് നമ്മൾ പറയുന്നത് പൈക്കസ് ബഡാമിയ എന്ന് പറയും. പിന്നെ നമ്മൾ പഴയ പന്നൽ വീടുകളൊക്കെ ഇല്ലേ, അതേപോലെ 5-6 തരമുണ്ട്. പേരാല്, അരയാള്, അങ്ങനെ കുറേ ആലുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെയാ? ഇല്ല, നമ്മൾ കാണുന്ന മറ്റേ ബാനിയൻ ട്രീ, ബാനിയൻ പരിപാടി എല്ലാ ആലിലും ഉള്ളതാണ്. ഇത് വന്നിട്ട് പേരാട്, വിത്ത് വന്നിട്ട് വേറൊരു മരത്തിൽ വന്ന് ഈ വേഴാമ്പൽ വന്ന് ഇടുന്നതാണ്. വേഴാമ്പൽ വന്നിടും. പിന്നെ നമ്മളിത് പറയുന്നത് ബാനിയൻ ട്രീ എന്ന് പറയും, അത് വേറെയാണ്. ബാനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മറ്റേ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്നില്ല, അത് ബാനിയനാണ്.
വള്ളിയാട്ടാ. കുന്തിരിക്കം സാമ്പ്രാണിക്ക് യൂസ് ചെയ്യിക്കും. ആ മരമാണിത്. അതിന്റെ കറയാണത്. ആ, ഇതാണ് നമ്മൾ പണ്ട്, അതായത് ഈ കറ കാണുന്നില്ലേ, പണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ പോയിക്കാനും അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മരമാണ്. എന്ന് വെച്ചാൽ കുന്തിരിക്കം. അതായത് പണ്ടത്തെ ആൾക്കാർ ട്രൈബിൾസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നന്നായിട്ട് മുട ചെത്തിയിട്ട് ഇപ്പോഴാണെങ്കിൽ പുക ഇടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതാ ഇതിന്റെ കറയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഒന്നും അലൗഡില്ല സാറേ. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് ഈ മരം തന്നെ നശിച്ചു പോകും. ബലമില്ലാത്തതാണ്, എവർഗ്രീൻ്റെ ഉള്ളിൽ ബലമില്ലാത്തത് കൊണ്ട് ഈ മരം നശിച്ചു പോകുമ്പോഴാണ് അതിനെ ഇപ്പോൾ എടുക്കാൻ സമ്മതിക്കുന്നത്. ആ, പണ്ടൊക്കെ ഇവിടുത്തെ ട്രൈബിൾസ് എടുക്കായിരുന്നു ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്, വിൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വെട്ടിയെടുക്കായിരുന്നു. ഇപ്പം അത് നിർത്തലാക്കി. ആ, കാട്ടുപോത്തിന്റെ കാൽപ്പാടുണ്ട്.
ചടി ആരെങ്കിലും വീണതാണ്. ഇപ്പൊ സീൻ അടിക്കും. ഇവിടെ 10 മിനിറ്റ് ഇരുന്നോളാൻ പറയാറുണ്ട്. മേടിച്ചാലേക്ക് വീടിക്കരയ്ക്ക് ഇവിടെ ഇറക്കുന്നുണ്ടോ? ഒമ്പതര ഒമ്പതരയായിട്ടുണ്ടാവും. ഈ പ്രാവശ്യം ഇപ്പൊ കടുവ കൂടുതലാണോ സെൻസസ്? ആ ഏകദേശം എത്ര എണ്ണം ഉണ്ടാവും? ഏകദേശം 40 ഉള്ളൂ. നമ്മളിപ്പോ ക്യാമറ ടോപ്പ് വെക്കുന്നത് ആ ആ വലുതിനെ മാത്രം നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ഓ കുട്ടികളെ വീണ്ടും ഒരു സ്ഥലത്ത് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് എണ്ണ എടുക്കണം. നമുക്ക് ഈ ക്യാമറ ടോപ്പിലൂടെ ഉള്ളിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 41 അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്ക് വയ്ക്കാൻ പറ്റില്ല ക്യാമറ ടോപ്പ്. അതെ. അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ആകുമ്പോൾ ഈ ആളുകളിൽ തന്നെ ഉണ്ടാവും. ഗുഹകളില്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് ഇര പിടിക്കാൻ തുടങ്ങുമ്പോൾ അവർ എല്ലാവരും വരട്ടെ. അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അവർ ഒരു തനിച്ചൊരു ടെട്രൽ കണ്ടെത്തുന്നുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. മാർക്കിങ് 3 തരം മാർക്കിങ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് ടെർട്ടറി മാർക്ക്. പിന്നെ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഒരു മരങ്ങളുള്ള മാർക്ക് ചെയ്യും, സ്ക്രാച്ച് മാർക്ക് ചെയ്യും. അത് നമ്മൾ പറയുന്ന ആദ്യം ഒരു കടുവയുടെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ വീണ്ടും അത് പ്രായപൂർത്തിയായിട്ട് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു മരത്തിലൊരു മാർക്ക് ചെയ്യും. അത് അവർക്കൊരു ഡേറ്റയാണ് മറ്റുള്ള ജീവി അറിയാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ മറ്റ് ആനകളോ മറ്റുള്ള ജീവികളോ പോകുന്ന മരത്തിലാണ് ശ്രദ്ധപ്പെടുത്തുക. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ അങ്ങനെ അവരൊരു ഹോം റേഞ്ച് ഉണ്ടെങ്കിൽ മറ്റുള്ള ജീവികൾക്ക് അറിയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മറ്റേ സ്ക്രാച്ച് മാർക്ക് ചെയ്യും. പിന്നെയാണ് ഇരിപ്പിട മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടത്
അത് ടെറിട്ടറി മാർക്ക്, അതാണ് കോംപ്രഹെൻഷൻ. ഇതല്ല, ഇതുപോലെ വലിയ മരങ്ങളിൽ ഇങ്ങനെ മാർക്ക് ചെയ്യും. അത് ഒരു ഏരിയ ഇതാക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ചെയ്യുന്നത് സ്ക്രാച്ച് മാർക്കാണ്. സ്ക്രാച്ച് മാർക്കാണ്. മരങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് ഏതെങ്കിലും ഈ ടൈഗറിനെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്ക്രാച്ച് മാർക്ക്. സ്ക്രാച്ച് മാർക്ക് അത് പോവില്ല. മറ്റുള്ള ജീവികൾക്ക് അറിയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇരിപ്പിടം. ഒരു ടൈഗർ ഇവിടെ ഇരിപ്പിടം സ്ഥാപിച്ചു എന്നൊരു അടയാളപ്പെടുത്തുന്നതാണ് നമ്മൾ പറയുന്നത് സ്ക്രാച്ച് മാർക്ക്. പിന്നീടാണ് ചെയ്യുന്നത് ഹോം റേഞ്ച് മാർക്ക്. മൂന്നാമത്തേത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കടവയുണ്ടെങ്കിൽ മെയിലിനെയും ഫീമെയിലിനെയും തനിച്ച് തനിച്ചാണ്. അതിൽ കാർഷ വിട്ടിട്ട് അതിലൊരു മൂത്രം ഒഴിക്കും. അപ്പോൾ അതായത് അവരുടെ ബ്രീഡിങ് സീസൺ സമയത്ത് നമ്മൾ 2 or 3 കടവുകൾ കാണാം. അപ്പോഴാണ് അവർ ഹാപ്പി ആയിട്ടുണ്ടാകുക. അങ്ങനെ ചേഞ്ച് ആകും. മറ്റുള്ള ഇപ്പോൾ റെയിനിങ് സീസൺ സമയത്തൊക്കെ അവർ ഹണ്ടിങ് സമയമാണ്. ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കണമെങ്കിൽ ഓരോരുത്തരെ കണ്ടുമുട്ടില്ല. അങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഇവർ തന്നെ തമ്മിൽ ദേഷ്യപ്പെട്ട് അടി കൂടി ചാവും. കാടിൻ്റെ ഉള്ളിലെ പ്ലാവും പേരൊന്നും ഇല്ലാത്തത് ഇതിന് നാച്ചുറലായിട്ട് വരുന്നത് മാത്രം ഇങ്ങനെ വരും സാർ. നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഇതിൽ വരില്ല. നിങ്ങൾ കുറേ ഒരു 5000 തൈയോളം നട്ടുപിടിച്ചു കൊറോണ സമയത്ത്. മാവ് പ്ലാവ് ഒക്കെ. പക്ഷെ അത് വന്നില്ല. എന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റിൻ്റെ ഭാഗമായി വന്നില്ല. ഒരു 5000 തൈയോളം കാലാവസ്ഥ മാറ്റങ്ങളായിരിക്കും. നമ്മൾ എടുക്കപ്പെടാനും താല്പര്യമുള്ളതാണ്. ഇത് നമ്മള് എന്തുകൊണ്ട് ഈ മരവേ അതായത് ഒരു മെഡിസിൻ പർപ്പസ് ഉള്ള ഒരു മരമാണ്. ഈ മാർക്ക് കണ്ടില്ലേ, ചോരക്കാലി പറയും, കാട്ടു ചോരക്കാലി മരം പറയും. അതായത് ഈ ടൈഗറിന്റെ മെഡിസിൻ പർപ്പസ് ഉള്ള ഒരു മരമാണ്. അതായത് ഈ ടൈഗർ കഴിക്കുന്ന ആഹാരം നമ്മൾ കേട്ടിട്ടുണ്ടാവും, പഴയ ചീഞ്ഞ ആഹാരം. അപ്പൊ ഈ നഖത്തിനെ തോർപ്പാക്കാനും അവർക്കൊരു മെഡിസിൻ പർപ്പസിനുമാണ്. എന്തെന്ന് വെച്ചാൽ ഇതിന്റെ കറ, ഈ കാട്ടുചോല എന്ന് പറയും, ചോരക്കാലി. അപ്പൊ ഇതിന്റെ കറ ചീഞ്ഞതല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എടുക്കില്ല, അതേപോലെ തന്നെ ഇങ്ങനെ വലിക്കും. ഈ നഖത്തിനെ സോർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് മെഡിസിൻ പർപ്പസിനുള്ള ഒരു മരമാണ്. എന്താ മരത്തിന്റെ പേര്? ചോരക്കാരി, ചോരക്കാരി എന്ന് പറയും. ചോരക്കാരി വിസോപ്പിയ എന്ന് പറയും. വിസോപ്പിയ നമ്മൾ ഇത് സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറിനേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ വിസോപ്പിയ ജവാനിക്കം എന്ന് പറയാം. വിസോപ്പിയ എന്ന് പറഞ്ഞാൽ വിസോപ്പിയ ജവാനിക്കം. വിസോപ്പിയ എന്ന് പറയാം. സോപ്പിന്റെ പർപ്പസ് സോപ്പിന്റെ അല്ല, ഇത് വന്നിട്ട് ഇതിന്റെ ചോര കളർ വരും. ചോരക്കാരി, കാട്ട് ചോരക്കാരി മരം പറയില്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. പിന്നെ നമ്മൾ ഈ ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിസോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സയന്റിഫിക് പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ, ഈ ബോട്ടണി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. വിസോപ്പിയ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. വിസോപ്പിയ നമുക്ക് ജവാനിക്കം എന്ന് പറഞ്ഞാൽ, വിസോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാട്ട് ചോരക്കാലി മരമാണെന്ന് പറഞ്ഞു. കാട്ട് ചോരക്കാലി മരമാണ്. കടുവ മെഡിസിൻ പർപ്പസിൽ ഉപയോഗിക്കുന്ന മരമാണ്. കടുവ ഇതിനെ ഒന്ന് മാന്തും. കടുവ ഭക്ഷണം കഴിച്ചിട്ട് കൈ വൃത്തിയാക്കാൻ വേണ്ടിയുള്ള സോപ്പ്. ഇതേപോലെ അതെ, നഖം സോപ്പ് ചെയ്യാൻ വേണ്ടി മാന്തിയതാണ്. ഇത് കടുവ മാന്തിയതാണ്. നമ്മളെ ഡോർ ഒരു 5 മിനിറ്റ് അവർ കൊണ്ടുപോയി എടുത്ത് വെക്കും സാർ. എന്നിട്ട് പിന്നെ കിട്ടില്ല. അതായത് ഒരു കാട്ടുപോത്തിനൊക്കെ ഹണ്ട് ചെയ്യുന്ന വെച്ചാൽ വലിയ പ്രയാസമാണ്. അതിന് ഒരു കൂട്ടത്തിണ്ടെങ്കിൽ അതിനെ നോട്ട് ചെയ്ത് അതിനെ മറ്റേ വേർതിരിച്ചിട്ട് ഒറ്റപ്പെടുത്തി അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയി ഹണ്ട് ചെയ്യാന്ന് വെച്ചാൽ പറ്റില്ല. ഇത് കൂട്ടത്തോടെ ആക്രമിച്ചു കഴിഞ്ഞാൽ കടുവ ഒന്നിനും പറ്റില്ല, അടിച്ച് കൊന്നു കളയും.
കാട്ടുപോത്ത് കൊന്നുകളായി. അതുകൊണ്ടാണ് ഇവര് ഒറ്റപ്പെടുത്തിയിട്ടാണ് വേട്ടയാടുന്നത്. വേട്ടയാടിയിട്ട് അത് ഒരു ആഴ്ചയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒന്നിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടി തിരഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 15-20 ദിവസമോളം മാക്സിമം ഒരു 6-7 ദിവസം ഇതിൻ്റെ പിന്നോട്ട് നോട്ട് ചെയ്ത് നടക്കണം. നടത്തിയിട്ട് ഇവർ ഏതേത് റൂട്ടിൽ കൂടി ഇത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഒറ്റപ്പോത്തിനെ കണ്ടില്ല. ഇതേപോലെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഇവർ ഹണ്ട് ചെയ്തിട്ട് അവരുടെ ഏരിയയിലേക്ക് ഇവർ കൊണ്ടുവന്ന് അങ്ങനെ വച്ച് പതുക്കെ കഴിക്കും. അപ്പോൾ ഇവർക്കൊരു റെസ്റ്റിംഗ് ആണ്. അതിന് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. പെട്ടെന്ന് ഇവർക്ക് ഫുഡ് കിട്ടില്ല, അവർക്കത് അറിയാം. അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഏരിയയിലേക്ക് കൊണ്ടുപോയി വച്ചിട്ട് പതുക്കെ കഴിക്കുള്ളൂ. ഇതൊക്കെ മൊത്തം തീർന്നതിൻ്റെ ശേഷമേ അടുത്തതിന് ഫണ്ട് ചെയ്യാൻ പോകും. പെട്ടെന്ന് ഒരു മാനുണ്ടെങ്കിൽ മാനിനെ ഒന്നും അവർ പിടിക്കില്ല. ഇവർക്ക് വലിയ ഫുഡ് വേണം. ഇത്ര ദിവസം സഞ്ചരിച്ച് പോകുന്നുണ്ടല്ലോ, അത്ര ദിവസം റെസ്റ്റ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഹണ്ട് ചെയ്യും. അങ്ങനെ ഇത് തീരണം. അങ്ങനെയാണ് ഇവരുടെ ഒരു സ്വാഭാവിക രീതി. അപ്പോൾ പുലിയൊക്കെ കണ്ട് ചെയ്യുന്നതാണ് മാനിനെ അല്ലേ? മാനിനെ കണ്ട് ചെയ്തില്ല കാര്യമായിട്ട്. ഇല്ല, അത് അവരും അതേപോലെ തന്നെ മരത്തിൻ്റെ മുകളിൽ വച്ചിട്ട് അവർ ഒരാഴ്ച 1.5 ആഴ്ച അങ്ങനെ പതുക്കെ കഴിക്കും. ആര്? ലെപ്പേടും. പുലി എന്ന് വെച്ചാൽ ഇവർക്ക് പേടിയില്ല. ചെന്നായി ഓരോ ജീവികൾക്കും ഓരോ പേടികളുണ്ട്. അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കാണുമ്പോൾ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വയ്ക്കും. എന്ന് വെച്ചാൽ ചെന്നായ്ക്കൾ കൂടിക്കഴിഞ്ഞാൽ ലെപ്പേഡ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഫുഡ് കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ് മരത്തിൻ്റെ മുകളിൽ വെച്ച് ഇവർ കഴിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഇവർക്ക് ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ഏരിയയിൽ നമ്മൾ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫുഡ് കിട്ടാത്തത് കൊണ്ടാണ് ഇവർ തിരഞ്ഞ് നടക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പ്രയാസം. മറ്റുള്ള സമയങ്ങളൊക്കെ ഓപ്പൺ ഏരിയയിൽ തന്നെ നമ്മൾ കാണാം. ചില കടുവകളെല്ലാം കാണാം, ലെപ്പേഡ് കാണാം. ഇങ്ങനെ ഓപ്പൺ ടെറിട്ടറിയിൽ തന്നെ നമ്മൾ കാണാം. പക്ഷേ ഈ ലെപ്പേഡ് കറങ്ങി നടക്കുന്നത് ഓപ്പൺ ടെറിട്ടറിയിലാണ്. ഇവർക്ക് ഹോം റേഞ്ച് ഈ ഓപ്പൺ ഏരിയയിൽ തന്നെ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ഓപ്പൺ ഏരിയയിൽ ഈ ഫുഡ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മാനുകളെ കണ്ടില്ലേ, ഈ മാനുകളെ കാണുമ്പോൾ ഇവർ ഓപ്പൺ ഏരിയയിൽ തന്നെ ഉണ്ടാവും. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ മറിഞ്ഞ് നടക്കുന്നു മാത്രം. പോവാ അതല്ലേ? അതായത് ഇതൊരു സ്റ്റേറ്റ് ബൗണ്ടറിയാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു സ്റ്റേറ്റ് ബൗണ്ടറിയാണ്. മോൾ ഭാഗത്ത് ആനമലൈ ടൈഗർ റിസർവാണ്, താഴ്ഭാഗത്ത് നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവാണ്. ഇതാണ് ബോർഡർ. കടുവയുടെ നമ്പർ എടുക്കുമ്പോൾ 2 സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലോ അല്ലേ? അല്ല, അവരെടുക്കും. അവിടുത്തെ ഹോം റേഞ്ചിൽ ജീവിക്കുന്ന കടുവകളുണ്ട്. അത് ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വരും, പക്ഷെ നമുക്ക് അത് അവിടെ തന്നെ ഉണ്ടാവും. അവിടുത്തെ കണക്കിലുണ്ടാവും. ലെപ്പേർഡിന് കണക്കെടുക്കും. ലെപ്പേർഡ് ഉണ്ട് സാർ, 100ഓളം ലെപ്പേർഡ് ഉണ്ട്, 130ഓളം ഉണ്ട്. അതും കണക്കെടുക്കും. കണക്കെടുക്കും. അത് ഡോട്ടാണ്, പുള്ളികൾ വെച്ചിട്ടാണ് നമ്മൾ മെയിലും ഫീമെയിലും തിരിച്ചറിയുക. ബോഡി ഷേപ്പ് അത് പുള്ളികൾ വെച്ചിട്ട്. പുള്ളികൾ വെച്ചിട്ടെന്ന് പറയുമ്പോ ബോഡിയിൽ ഇങ്ങനെ പുള്ളികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവും. കളറിന്റെ മാറ്റം ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. നമ്മളിത് ക്യാമറ ടോപ്പിലൂടെ വെച്ചിട്ട് അതിന്റെ നമ്മൾ പറയില്ലേ, ഇതേപോലെ രേഖകൾ പോലെ തന്നെ അതിന്റെ പുള്ളികളും മാറ്റങ്ങൾ ഉണ്ടാവും. ഡിസൈൻ മാറ്റങ്ങൾ അതിന്റെ ചെറുതായിട്ടുണ്ടാകും, വലുതായിട്ടുണ്ടാകും, പ്രായം കൂടിയത്. നമ്മൾ തൊലികൾ എങ്ങനെ നമ്മളിപ്പോ നമ്മുടെ മുഖങ്ങൾ മാറ്റം സംഭവിക്കില്ലേ? ഇപ്പൊ നമ്മൾ ഹെൽത്തിയാണ്, കുഴപ്പമില്ല. നമ്മൾ വയസ്സാകുമ്പോൾ നമ്മുടെ മാറ്റം കളറും മാറും. ഈ ടൈഗറിന്റെ കളറും മാറും, അതേപോലെ ലെപ്പേർഡിന്റെ കളറും മാറും. ഈ ക്യാമറ ട്രൂപ്പ് വെച്ചിട്ട് അതിൽ കൂടെ ഒരേ ഇത് തന്നെ ഇല്ല, അങ്ങനെ പാസ് ചെയ്യില്ല. ഇല്ല, പാസ് ചെയ്താലും നമുക്ക് അതിൽ മാറ്റാം. കരടിയില്ല സാർ, നമ്മൾ ടൈഗർ ലെപ്പേർഡ് മാത്രമേ എടുക്കുള്ളൂ. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഇല്ല, അത് ഈ കരടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവികൾ സഞ്ചാരികളാണ്. നമ്മളിത് കണക്കെടുക്കാൻ പറ്റില്ല. ആനകൾ കണക്കെടുക്കാം. ഇവിടെ നിലവിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ, അതായത് ഇവിടെ ഉണ്ട് ആനകൾ ഇത്രയാണോ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഊഹം. അതായത് ഈ ടെറിട്ടറിയിൽ ജീവിക്കുന്ന ആനകൾ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എന്തെന്ന് വെച്ചാൽ ഏത് ആനകൾ പോയാലും ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ
ഇവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുന്ന ആനകളുണ്ടാവും. അതാണ് നമുക്ക് ഡാറ്റ ചെയ്യാൻ പറ്റുന്നത്. പുലിയും കടുവയും നമ്മൾ തന്നെ ഉണ്ട്. പുലിയും കടുവയും ആ ടെറിട്ടറിക്ക് അപ്പുറം പോകത്തില്ല. അതുകൊണ്ടാണ് അല്ല നമ്മളൊന്നും ഒരു കോൺഫിഡൻസ് ജീവിക്കുന്ന ജീവിതമില്ല. ആനയായാലും ശരി, കാട്ടുപോത്തായാലും ശരി, കടുവയായാലും ശരി, കരടിയായാലും ശരി, നമുക്ക് ഈ കോൺഫിഡൻസിൽ തന്നെ ഉള്ളത് മാത്രം എടുക്കാൻ പറ്റും. അതിനകത്ത് ഒരു ഫാമിലി ഇതിൽ തന്നെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അവിടെ കേരളത്തിൽ തമിഴ്നാടിന് ഇടയ്ക്ക് നമ്മൾ ഫോറസ്റ്റ് ആക്കി മാറ്റി ചെയ്യുന്നതാണ്. ആ ഗ്യാപ്പ് അത് അവരുടെ സ്ഥലം ഗ്യാപ്പ് നമ്മളായിട്ട് തന്നെ വെച്ചിട്ട് നമ്മളായിട്ട് വെക്കുന്നു. നമുക്കൊരു ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര ഏരിയ വേണമെന്നുണ്ടല്ലോ. അടിക്കാടങ്ങനെ വെച്ചിട്ട് വെട്ടി ഇരുന്നതാണ്. തമിഴ്നാട് നമ്മൾ ഈ ട്രക്ക് പോലെ അപ്പുറത്ത് അവിടെ ട്രക്കുണ്ട്. ഇവിടെ ഉണ്ട്. ഇതിലേക്ക് എത്ര അടുത്ത് വരുന്നില്ല അല്ലേ? അല്ല അവരങ്ങനെ അങ്ങനെ ഇതുപോലെ